KSRTC ഡ്രൈവർമാരെ നടു റോഡിൽ കിടന്ന് റാഷ് ഡ്രൈവിങ്ങിലൂടെ കാണിച്ചു കൂട്ടുന്ന ചില പോക്കൃത്തരങ്ങളുണ്ട്. ഇത് പല ആളുകൾക്കും അങ്ങനത്തുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. എനിക്ക് ഇതുപോലത്തുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഇതിനെല്ലാം നല്ല രീതിയിൽ തന്നെ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്തയ്ക്ക് തന്നെ വിളിച്ചിട്ട് ഞാൻ വണ്ടി കൊണ്ട് പോകാറുണ്ട്. സീരിയസ്ലി. കാര്യം ഒരു തവണ എൻ്റെ ജീവൻ നഷ്ടപ്പെടേണ്ട ഒരു സിറ്റുവേഷൻ അവിടെ ഒരു KSRTC ഡ്രൈവറിൻ്റെ ഒരു മിസ്റ്റേക്ക് കാരണം എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ തൊഴുത് വണങ്ങിയിട്ട് വരണം. പക്ഷേ ഈ ഒരു കേസിൽ ഞാൻ ഇതുപോലുള്ള KSRTCയിലെ ഡ്രൈവർമാരോടെല്ലാമുള്ള ഒരു അമർഷം കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ പോലും ഈ ഒരു കേസിൽ ഇതെല്ലാം മാറ്റി വെച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ സംസാരിക്കുന്നത്. കാര്യം എന്താ വെച്ചാൽ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അടയ്ക്കുന്ന ടാക്സിൻ്റെ പൈസയും കൊണ്ട് ഇവിടുത്തെ ഒരുപാട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കിട്ടുന്നുണ്ട്. നമ്മൾ അടയ്ക്കുന്ന ടാക്സ് കൊണ്ടാണ് അവർക്ക് ശമ്പളം കിട്ടുന്നത്. പക്ഷേ ഇവിടെയുള്ള പല ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കും ഒരു വിചാരമുണ്ട്, ഇവരാണ് ഇവിടുത്തെ എന്തോ വലിയ രാജാവ്, എന്തോ വലിയ കുണാണ്ടറാണെന്നുള്ള. ഒരു പുല്ലുമല്ല. എന്തായാലും ഞാൻ ഈ ഒരു വിഷയം എന്താണെന്നുള്ളത് വെക്കാം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു KSRTC ഡ്രൈവറിൻ്റെ അടുത്ത് വളരെ മോശമായിട്ട് ഒരു മേയർ കാണിച്ചു കൂട്ടിയിട്ടുള്ള കുറേ കോപ്രായങ്ങളാണ്. എന്തായാലും ഇതിന് രണ്ട് വശങ്ങളുണ്ട്. എന്തായാലും ഞാൻ ഫസ്റ്റ് ആ ഒരു ന്യൂസ് ഇവിടെ പ്ലേ ചെയ്യാം. സുജാ, തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രി 10:30 പട്ടത്ത് വെച്ചാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത്. മേയറുടെ വാഹനത്തിന് സൈഡ് നൽകിയില്ല എന്നൊരു ആരോപണത്താലാണ് ഇത്തരത്തിൽ KSRTC ബസ് ഡ്രൈവറെ തടയുകയും ബസിന്റെ ട്രിപ്പ് മുടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇരുപക്ഷത്തും രണ്ട് വാദങ്ങളാണ് ഉന്നയിക്കുന്നത്. ആദ്യം മേയർ ആര്യ രാജേന്ദ്രൻ പറയുന്നത് ഈ ബസ് വാഹനത്തിന് ഇടതുവശത്ത് കൂടി ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചു. പലവട്ടം ഇത്തരത്തിൽ സംഭവം ഉണ്ടായി. അതുകൊണ്ടാണ് തടഞ്ഞത്. ഇത്തരത്തിൽ ഈ ഒരു പ്രശ്നം ആവർത്തിക്കരുത് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് വാഹനം തടഞ്ഞത് എന്നാണ് മേയറുടെ ഒരു വാദം. ഈ മേയർക്കൊപ്പം ഈ കാറിൽ 4-5 പേരുണ്ടായിരുന്നു. അതിൽ മേയറുടെ ഭർത്താവ് കൂടിയായ സച്ചിൻ MLA ഉണ്ടായിരുന്നു. ഇവരെല്ലാം തന്നെ വണ്ടിയിൽ നിന്നും ഇറങ്ങി KSRTC ബസ്സിന് മുന്നിൽ കുറുകിലായി. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. സീബ്ര ക്രോസിംഗ്, പെഡസ്ട്രിയൻ ക്രോസിംഗ് ലൈനിൽ വണ്ടി കുറുകെ നിർത്തിയാണ് KSRTC ബസ് ഡ്രൈവറെ ഇവർ തടയുന്നത്. പിന്നീട് ഇവർ തമ്മിലുള്ള വാക്കേറ്റവും ചെറിയ രീതിയിലുള്ള വാക്കേറ്റവും ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. രാത്രി 10:30 കൂടിയാണ് സംഭവം ഉണ്ടാകുന്നത്. KSRTC ബസ് ഇത്തരത്തിൽ ഇടതുവശത്ത് കൂടി ഓവർടേക്ക് ചെയ്തു എന്നാണ് ആര്യ രാജേന്ദ്രൻ പറയുന്നത്. പക്ഷേ KSRTC ഡ്രൈവർ ആയിട്ടുള്ള യദു പറയുന്നത് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ യദു പറയുന്നത് തന്നോട് മോശമായി പെരുമാറി, മാത്രമല്ല ബസിന്റെ ട്രിപ്പ് മുടക്കിയെന്നും യദു പറയുന്നു. പക്ഷേ ഈ സംഭവത്തിൽ കേസെടുത്തിട്ടുള്ളത് KSRTC ഡ്രൈവർക്കെതിരെയാണ്. അത് മേയർ ആര്യ രാജേന്ദ്രൻ നൽകിയ പരാതിയിലാണ് ഈ ഡ്രൈവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. തുടർന്ന് കണ്ടോൺമെന്റ് പോലീസ് ഇയാളെ കസ്റ്റഡി എടുക്കുകയും ഇന്ന് രാവിലെയോടുകൂടി 9:15 ഇദ്ദേഹത്തിന് ജാമ്യം നൽകി വിട്ടയക്കുകയും ചെയ്തിരുന്നു. പക്ഷേ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഡ്രൈവർ മേയർക്കെതിരെ നൽകിയ പരാതിയിൽ കേസ് എടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് കേസ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കേസ് നോക്കുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ ഒരു ഡ്രൈവറിനെതിരെ മേയർ കൊടുത്തിട്ടുള്ള കേസ് അവർ ഫയൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ മേയർക്കെതിരെ ഡ്രൈവർ കൊടുത്തിട്ടുള്ള ആ ഒരു കേസ് ഫയൽ ചെയ്തിട്ടില്ല. ഓക്കെ, നിങ്ങൾ ആലോചിച്ച് നോക്കുക. ന്യായം ആരുടെ ഭാഗത്തും ആയിക്കോട്ടെ, അത് മാറ്റി വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ന്യായം ആരുടെ ഭാഗത്തും ആയിക്കോട്ടെ, ഒരു മേയറിനെതിരെ നമുക്കൊരു സാധാരണക്കാരൻ, ആ ഒരു KSRTC ഡ്രൈവർ എന്നുള്ളത് മാറ്റി നിർത്തി വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണക്കാർക്ക് ഒരു മേയറിനെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കാനുള്ള റൈറ്റ് ഇല്ലേ? ഓക്കെ, നമ്മൾ വോട്ട് ചെയ്ത് ഭരണത്തിലേക്ക് വിടുന്ന ഒരു മന്ത്രി നമുക്ക് വേണ്ടിയിട്ട് ശരിയായിട്ട് പണിയെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അയാൾക്കെതിരെ പരാതി കൊടുക്കാനുള്ള ഒരു അവകാശം നമ്മൾക്കില്ലേ? ഓക്കെ, നമുക്കില്ലേ? നമ്മൾ അങ്ങനെ പരാതി കൊടുത്താൽ പോലീസ് ഉദ്യോഗസ്ഥർ അത് കംപ്ലൈൻ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യില്ലേ? നമ്മൾ അതിന് എന്താണ് ചെയ്യാൻ കഴിയുക? അങ്ങനൊരു നിയമം നമ്മുടെ നാട്ടിലില്ലേ? എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അങ്ങനൊരു നിയമം നമ്മുടെ നാട്ടിലില്ലേ? എന്തായാലും ഈ ഒരു കേസിന് രണ്ട് വശങ്ങളുണ്ട്. എന്തായാലും ഈ ഒരു ഡ്രൈവർ ചേട്ടൻ്റെ വശം എന്താണെന്നുള്ളത് നമുക്ക് ഫസ്റ്റ് കേൾക്കാം. അപ്പോൾ ഞാൻ പട്ടത്ത് വെച്ച് വണ്ടി എടുക്കായിരുന്നു. അപ്പോൾ വണ്ടി എടുത്തപ്പോൾ 2 കാർ പാസ് ചെയ്ത് പോയി. മൂന്നാമത്തെ കാർ ഇങ്ങനെ ഹോൺ അടിച്ച് പിടിച്ച് വരികയായിരുന്നു. ഞാൻ റൈറ്റ് എടുത്തുകൊണ്ട് കാറിന് പോകാൻ പറ്റില്ല. പിന്നെ താഴെ ഇറങ്ങിയ ശേഷം ലെഫ്റ്റ് ഞാൻ എടുത്ത് കൊടുത്തപ്പോൾ കാർ കയറി പോയിട്ട് ഒരു ആട്ടോ നടുക്കൂടെ പോയായിരുന്നു. അപ്പോൾ ആട്ടയുടെ സൈഡിന് ഒപ്പത്തിനൊപ്പം ഇങ്ങനെ പോവുകയാണ്. അതായത് ബസ് ഈ സൈഡിൽ കൂടെ പോകരുതെന്ന് പറഞ്ഞു. ഞാൻ കയറുമെന്ന് കാണുമ്പോഴത്തേക്ക് ബ്രേക്ക് കിട്ടുന്നു, പിന്നെ എടുക്കുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് താഴെ പ്ലാമൂട് സിഗ്നൽ എത്തുന്നതിന് മുമ്പ് കുറച്ച് നല്ല വീതിയുണ്ട്. അപ്പോൾ ഞാൻ ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ട് ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്ത് കയറി കാറിൻ്റെ ഫ്രണ്ടിൽ അങ്ങ് പോയപ്പോൾ പിന്നെ ഈ കാർ ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് പ്ലാമൂട് ആ 1 വേയിൽ ബാക്കിൽ നിന്ന് ഈ ഇടത് സൈഡിൽ തന്നെ ഹോൺ അടിക്കുക. എന്നിട്ട് അവിടെ നിന്ന് നേരെ പാളയം വരെ ഇത് ബാക്കിൽ നിന്ന് ഹോൺ അടിയാണ്. ഞാൻ ആളെ നിർത്തി ഇറക്കുമ്പോൾ ബാക്കിൽ നിർത്തുന്നുണ്ട്, കയറി പോകുന്നില്ല. ഒതുക്കി നിർത്തിയിട്ട് കയറി പോകുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്ത് പാടെന്ന് വെച്ചിട്ട് ഞാൻ ആലോചിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് നമ്മുടെ ഹാബിലത്തിൻ്റെ അവിടെ സിഗ്നൽ റെഡ് ഓറഞ്ച് കത്തിയപ്പോൾ ഞാൻ കയറി പോയില്ല. നിർത്തി റെഡ് കത്തി അങ്ങ് ഓഫ് ചെയ്ത് ഹാൻഡ് ബ്രേക്ക് ഒന്നിട്ട് ഒരു കാർ ലെഫ്റ്റ് സൈഡിൽ കൂടെ കറങ്ങി നേരെ സീബ്ര ക്രോസിൽ നേരെ കുറുകെ ഇട്ടേക്കുന്നത്. ആ വീഡിയോ ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ കുറുകെ എടുത്തിട്ട് അവർ പറയുന്നതെന്ന് വെച്ചാൽ നേരെ ഇറങ്ങി ഒരു പയ്യ ഇറങ്ങി ഒരു താടി വെച്ച് ഒരു വെളുത്തൊരു പയ്യ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത്, എൻ്റെ അച്ഛൻ്റെ വകയാണ് റോഡ്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അച്ഛൻ്റെ വകയല്ലല്ലോ റോഡ്, നിങ്ങളല്ലേ റോങ് ആയിട്ട് വണ്ടി ഇട്ടേക്കുന്നത്. ഒരു വണ്ടി പോകാൻ തടസ്സമായിട്ട് ഇത്ര യാത്രക്കാരിരിക്കില്ലേ, അവരെ കൊണ്ട് ഇറക്കാൻ വേണ്ടിയില്ലേ, അത് സംസാരിക്കാനുണ്ട്. നീ വണ്ടി ഇങ്ങനെയാണ് ഓടിക്കുന്നത്, ഇങ്ങനെ ഭയങ്കര റാഷ് ഡ്രൈവിംഗ് ആണ്. ഞാൻ പറഞ്ഞു, നിങ്ങളാണ് റാഷ് ഡ്രൈവിംഗ്, നിങ്ങളാണ് ലെഫ്റ്റ് സൈഡിൽ കൂടെ വന്നത്, ഞാൻ കറക്റ്റ് എൻ്റെ റോഡ് വഴി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു. അപ്പോൾ വേറൊരാൾ മുണ്ടെടുത്ത ഒരാൾ ഇറങ്ങി വന്നു പറഞ്ഞു, ഇങ്ങനെ സംസാരിച്ചിട്ട് നിനക്ക് ഞാൻ ആരെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞു, ഇയാൾ ആരായാലും എനിക്കെന്ത് സംഭവം MLA ആണെന്നുള്ള കാര്യം എനിക്ക് അറിയുന്നില്ല. എല്ലാം പറഞ്ഞ് സംസാരിച്ചതിന് ശേഷമാണ് MLA ആണെന്ന് പറയുന്നത്. ഇയാൾ ആരാണെന്ന് പറഞ്ഞപ്പോൾ ചാടി ഒരു ലേഡി ഇറങ്ങി, ചുരിദാറും ടോപ്പ് ഇട്ട ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു ലേഡി ഇറങ്ങി വന്നു. നീ എന്താടാ പറഞ്ഞത്? എന്താ എൻ്റെ ഹസ്ബൻഡാണ്, ഇത് MLA ആണ്, നിനക്കറിയാവോ? ഞാനാരെന്നറിയാവോ? ഞാൻ പറഞ്ഞു, മേഡം ആരായാലും എനിക്ക് ഒരു കുഴപ്പമില്ല, നിങ്ങൾ രണ്ടുപേരും വലിയ ആൾക്കാരായിരിക്കും, നമ്മുടെ ഭാഗത്ത് ക്ലിയറാണ്. ഞാൻ എന്തെങ്കിലും നീ എന്നെ മോശമായിട്ട് ആംഗ്യം കാണിച്ചു തന്നു.
ഞാൻ പറഞ്ഞു ഞാൻ ഈ വണ്ടി ഓടിക്കുന്നതിൻ്റെ ഇടയിൽ എവിടെയാണ് മാഡത്തിന് ഹാങ്ങിങ് കാണിച്ചത്? ആ വീഡിയോയിലുണ്ട്. ഞാൻ കറക്റ്റായിട്ട് ഞാൻ മോശമായിട്ട് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. അപ്പോൾ എൻ്റെ അടുത്ത് അവർ കയർത്ത് സംസാരിച്ച് എൻ്റെ കയ്യിലൊക്കെ പിടിച്ച് വലിച്ചു. ആ വീഡിയോ ഒന്നും ഇല്ല. അതിനുശേഷം അവരോ വന്ന് വീഡിയോ എടുത്തതാണ്. കയ്യിലൊക്കെ പിടിച്ച് വലിച്ച് വെളിയിലോട്ട് ഇറങ്ങാനൊക്കെ നിർബന്ധിച്ച് ഡോറൊക്കെ വലിച്ച് തുറന്ന് അവരാണ് തുറന്നിട്ടത്. അപ്പോൾ അങ്ങനെ ഇറങ്ങിയില്ല. പോലീസ് വന്നല്ലാതെ ഞാൻ വണ്ടി എടുത്ത് മാറ്റിയില്ല. പോലീസ് സോ ഇതാണ് അന്നത്തെ ദിവസം അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, അവിടുത്തെ MLA ആണ്. MLA ആയിട്ട് നേരെ ഇറങ്ങി വന്നിട്ട് പറയുന്നത് നേരെ നിന്റെ തന്തയുടെ വകയാന്നോട് ആ റോഡെന്നാണ് ആ ഒരു MLA ചോദിച്ചേക്കുന്നത്. നല്ലൊരു പൊതുപ്രവർത്തകനല്ല. നേരെ ഇതുപോലൊരു റാഷ് ഡ്രൈവിംഗ് കാണുമ്പോഴത്തേക്ക് നേരെ തെറി വിളിച്ച് തന്നെയാണ് തുടങ്ങേണ്ടത്. അങ്ങനെയാണ് ഏതൊരു ഇന്ത്യൻ പൗരനോടും ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള ഒരു MLA ചെയ്യേണ്ടത്. അറിയാൻ മേലത്തോണ്ട് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ, ഈ MLAയുടെ തന്തയുടെ വകയാണോ ഈ റോഡും ഈ നാട്ടിലെ ജനങ്ങളും? അല്ലല്ലോ. നിങ്ങൾക്കിവിടെ സാധാരണക്കാരായിട്ടുള്ള ആ ഒരു ബസ് ഡ്രൈവറെ പോലുള്ള ഓരോ ആളുകളും വോട്ട് ചെയ്തതിൻ്റെ പേരിലാണ് നിങ്ങളൊരു MLA ആയിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള നിങ്ങൾ ഒരു സാധാരണക്കാരെ കയറി നേരെ തന്തയ്ക്ക് വിളിച്ചു. തിരിച്ചെന്തായാലും ആ ചേട്ടൻ തന്നെ തിരിച്ച് വിളിച്ചല്ലോ, നിങ്ങളുടെ തന്തയ്ക്ക് വിളിച്ചല്ലോ, പിന്നെ നിങ്ങളുടെ തന്തയുടെ വകയാണോ എന്ന് ചോദിച്ചല്ലോ. എന്തുകൊണ്ടും അത് നന്നായി. എന്തോന്നറിയാം ഇത് നിങ്ങൾ ശരിയായ രീതിയിൽ ആ ഒരു ബസ് ഡ്രൈവറിൻ്റെ ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റാഷ് ഡ്രൈവിങ് മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വീകരിക്കേണ്ട നടപടി എന്താണ്? ഇത് ഏതൊരു ലോക്കൽ വ്യക്തികളും ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ രീതിയിൽ നിങ്ങൾ കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഇതുപോലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇത്ര ഒരു പൊസിഷനിൽ ഇരിക്കുന്ന നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇങ്ങനെ ഒരു റാഷ് ഡ്രൈവിംഗ് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനെ എടുക്കേണ്ട നടപടി ഈ രീതിയിലാണോ? ഒന്നുകൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്തായാലും ഇതിന് ശേഷം ഇദ്ദേഹത്തിനെതിരെ, ഈ ബസ് ഡ്രൈവറിനെതിരെ ആണെങ്കിൽ കേസ് ഇവർ കംപ്ലയിൻറ്റ് ചെയ്തു. കേസ് കൊടുത്തതിന് ശേഷമുള്ള കാര്യങ്ങളോട് ഇദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ അതുകൂടെ ഇവിടെ പ്ലേ ചെയ്യാം. സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇവർ എന്നെ ആ സമയം തൊട്ട് ആ കസാര ഇരുത്തി അവിടെ ഒപ്പിട്ട് ഇവിടെ ഒപ്പിടുന്നു വന്ന് അവിടെ എവിടെയൊക്കെ ഒപ്പിട്ട് കൊടുത്തു. പിന്നെ കേസെടുക്കുകയാണ്. അത് 345 എന്തോ സെക്ഷൻ ചേർത്താണ് കേസ് A. അപ്പോൾ ഞാൻ അത് നെറ്റിലടിച്ച് നോക്കിയപ്പോൾ ഈ പെണ്ണുങ്ങളെടുത്ത് അപ്പം മര്യാദയെ പെരുമാറുക, എന്തോ ലൈംഗിക ചേഷ്ടകൾ അങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഞാൻ ഞാൻ അതെന്താണ് സാറേ അങ്ങനെ എഴുതിയിരിക്കുന്നത്? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അത് ഒന്നി നീ മുഖ്യമന്ത്രി ആയിരിക്കണം, അല്ലെങ്കിൽ നീ പ്രധാനമന്ത്രി ആയിരിക്കണം, നീ അവരെ കാട്ടി ഒരുപടി മുന്നിലായിരിക്കണം, അവരെ ഈഗോ ക്ലാഷ് ആണെന്ന് എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. ഞാൻ ഇത് ഫസ്റ്റ് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പോലീസ് ഉദ്യോഗസ്ഥർ എന്താടാ ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ ഒരാൾ വരുമ്പോൾ ഇങ്ങനെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ പെരുമാറുക എന്ന് പലർക്കും ഉണ്ടായിരിക്കും. പക്ഷേ ഒന്നുമല്ലടി, അത് പോലീസുകാരുടെ ഒരു നിസ്സഹായ അവസ്ഥയാണെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ എടേ ഒരു പൊസിഷനിൽ മേയർ നിൽക്കുന്നു, ഇതിൻ്റെ ഇപ്പുറത്ത് നേരെ താഴെ തസ്തികയിലുള്ള ഒരു വ്യക്തിയാണ് ഒരു KSRTC ഡ്രൈവർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇവർക്ക് കേസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്കിന് അത്തരം ചില കാര്യങ്ങൾക്ക് അവർക്ക് പ്രത്യേകപരമായിട്ട് നോക്കിയേ പറ്റുള്ളൂ. അവർക്ക് നിസ്സഹായതയാണ്. കാര്യം ഇത്രയും പൊസിഷനിൽ ഇരിക്കുന്ന ആളുകൾക്കെതിരെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ അവർക്ക് പേടിയാണ്. അവർക്ക് ഒരു ഡേ ടു ഡേ ലൈഫുണ്ട്, അത് പീസ്ഫുള്ളായിട്ട് അവർ നടക്കാൻ ശ്രമിക്കുകയാണ്, അത് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ ഉള്ളൊരു നിസ്സഹായ അവസ്ഥ വരികയാണ്. പക്ഷേ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത്തരം ഒരു റെപ്യൂട്ടഡായിട്ട് നിൽക്കുന്ന ആളാണെങ്കിൽ പോലും, വലിയ ഉദ്യോഗസ്ഥരാണെങ്കിൽ പോലും അവരുടെ ഒരു തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള തെളിവുകളോടുകൂടി തന്നെ ഒരാൾ കംപ്ലയിൻറ്റുമായിട്ട് വന്നു കഴിഞ്ഞാൽ, ഒരു സാധാരണക്കാരൻ അവർക്കെതിരെ കംപ്ലയിൻറ്റ് തന്നാൽ അത് രജിസ്റ്റർ ചെയ്യാനുള്ള ചങ്കൂറ്റമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇന്ന് നമ്മുടെ കേരള പോലീസിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഓക്കെ, അതുകൊണ്ടാണല്ലോ ഈ ചേട്ടനെതിരെയുള്ള കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ ഈ ചേട്ടൻ കൊടുത്തിട്ടുള്ള ഈ ഒരു കംപ്ലയിൻറ്റ് അവരെ രജിസ്റ്റർ ചെയ്യാതിരുന്നത്. ആൻഡ് അവർ ആ ഒരു ചേട്ടനെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളൊരു മന്ത്രിയോ കാര്യങ്ങളൊന്നും അല്ലല്ലോ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇവിടെ വാല്യൂസ് ഇല്ല എന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞെങ്കിൽ അതൊരിക്കലും പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ധാർഷ്ട്യമായിട്ട് ആരും കരുതരുത്. അതാണ് ഇവിടുത്തെ റിയാലിറ്റി. ആയിക്കോട്ടെ, എന്തായാലും ഞാനിത് ഏതറ്റം വേണമാണോ പോകും. ജോലി എൻ്റെ അത് പോയെന്നുള്ള ഉറപ്പായി, എനിക്കിനി ജോലി കിട്ടൂല എന്നുള്ള ഉറപ്പായി. അവരങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, എൻ്റെ ജോലി നശിപ്പിച്ച് തരാം എന്നുള്ളതാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പറയാൻ അതാണ് അവരങ്ങനെ പ്രവർത്തിക്കാൻ കാര്യം. അത് ഈഗോ ക്ലാഷ് ആയിരിക്കും. സംഭവം മേയറായിട്ട് ബഹുമാനം കൊടുത്തില്ല എന്നുള്ള ഒരു ഇതായിരിക്കും. എനിക്ക് അറിഞ്ഞൂടല്ല മേയറാണതായാലും. എൻ്റെ പൊന്നു ചേട്ടാ, ഇത് മേയറെന്നല്ല, നേരെ മുന്നിൽ വന്ന് നിൽക്കുന്ന പ്രധാനമന്ത്രി ആണെങ്കിൽ പോലും നമ്മുടെ തോന്നിവാസം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബഹുമാനം കാണിക്കേണ്ട ഒരാവശ്യമില്ല. കാരണം ഈ പറയുന്ന മേയറിൻ്റെയോ നമ്മുടെ പ്രധാനമന്ത്രിയുടെയോ ഒന്നും തന്തയുടെ വകയല്ല നമ്മുടെ ഈ രാജ്യം. ഇത് നമ്മുടെ രാജ്യമാണ്, ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ നമുക്ക് റൈറ്റ്സ് ഉണ്ട്. അവരെ ബഹുമാനിച്ചില്ല എന്ന് പറഞ്ഞാൽ ഈഗോ ക്ലാഷ് തോന്നേണ്ട കാര്യം എന്താണ് അവർക്ക്? ഈ മേയറിൻ്റെ എന്ത് ദാക്ഷ്യമാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ? എനിക്ക് മനസ്സിലാവും നിങ്ങളാരാ ഇവിടുത്തെ രാജാവോ? ഇവിടുത്തെ പ്രധാനമന്ത്രി ആണെങ്കിൽ പോലും ഇവിടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പണിയെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന നിങ്ങൾ ഞങ്ങളുടെ വെറും പണിക്കാർ മാത്രമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം ഞങ്ങളെപ്പോലുള്ള ഓരോ സാധാരണക്കാരും അടയ്ക്കുന്ന ടാക്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം. അത് മറന്നുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് നേരെ ഉളുപ്പ് തോന്നില്ല, ലേശം ഉളുപ്പ് തോന്നില്ല. നിങ്ങൾ എല്ലാ ദിവസവും 3 നേരം കഴിക്കുന്ന അന്നം നിങ്ങൾ കഴിക്കുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് ഉളുപ്പ് തോന്നാറില്ല. ഇത് ഓരോ സാധാരണക്കാരനടുത്ത ടാക്സിൻ്റെ ഇതാണ് നമുക്ക് ശമ്പളമായിട്ട് കിട്ടിയത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അന്നം വാങ്ങിച്ച് കഴിക്കാൻ നമുക്ക് പറ്റിയത്. നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല?
അതുകൊണ്ടില്ല കേട്ടോ, അതിപ്പം മേയറെന്നല്ല പ്രധാനമന്ത്രി വന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ പോലും റെസ്പെക്ട് ചെയ്യേണ്ട ആളുകളെ റെസ്പെക്ട് ചെയ്താൽ മതി. അവരുടെ പൊസിഷനെ റെസ്പെക്ട് നമുക്ക് ചെയ്യാം. അവരിങ്ങനെ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ആളുകളാണ് എന്നുള്ളത്. ഓക്കെ, ആ ഒരു പൊസിഷനെ റെസ്പെക്ട് ചെയ്യാം. പക്ഷേ ആ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് ഇത്തരം തരംതാണ പ്രവർത്തികൾ കാണിക്കുമ്പോൾ അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അത് മേയറെന്നല്ല, പ്രധാനമന്ത്രി ആണെങ്കിലും ഇത് തന്നെ നമുക്ക് കാണിക്കാം. കാരണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. നമുക്കാണ് ഇവിടെ ഇതിങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മുടെ അവകാശങ്ങൾ നേടിത്തരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളെ നല്ല രീതിയിൽ നമുക്ക് വേണ്ടി സർവീസ് ചെയ്യാൻ നിൽക്കുന്ന ആളുകളാണ് ഇവരൊക്കെ. ഓക്കെ, ഒരു യാത്രക്കാരൻ ഷിഫ്റ്റിലെ ഡ്രൈവറെ കണ്ടക്ടർ എന്തോ ആണ്, അവനെ കൊണ്ട് ഇവർ അടിക്കാൻ ചെല്ലുമ്പോൾ എല്ലാവരും കൂടെ ബസ്സിൻ്റെ അകത്ത് കയറി അവനെ കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് നിനക്ക് ഞാൻ ആരെന്ന് അറിഞ്ഞുകൂടാ, നീ അത് വെളിയിലോട്ട് വിട്ട് കഴിഞ്ഞാൽ നിനക്കുള്ള പണി ഞാൻ തരും എന്ന് മേയർ വെളിയിൽ നിന്ന് പറയുന്നുണ്ട്. ഡിലീറ്റ് ചെയ്യുന്ന ആംഗ്യം കാണിക്കുന്നുണ്ടല്ലോ. കൊള്ളാം. അപ്പം ഇതിൻ്റെ എല്ലാം തെളിവുകൾ ഷൂട്ട് ചെയ്ത ഒരു വ്യക്തി വെച്ചപ്പോഴത്തേക്കിന് തൻ്റെ ഈ തെളിവുകളെല്ലാം നശിപ്പിക്കാനും മേയറിൻ്റെ ഭാഗത്ത് തെറ്റുകളൊന്നും ഇല്ല എന്ന് വരുത്തി തീർക്കാനും വേണ്ടിയിട്ട് ഇതുപോലെ ഭീഷണിപ്പെടുത്തി. സൂപ്പർ ഡേ. ഒരു മേയർ ചെയ്യേണ്ട പ്രവർത്തികൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഓക്കെ, അല്ലെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? എന്തായാലും ഇനിയും ഇതിൻ്റെ ഒരു വശം കൂടിയുണ്ട്, മേയറിൻ്റെ വശമുണ്ട്. ആ ഒരു മേയറിൻ്റെ വശം എന്താണ് എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. വിജയകുമാർ, അല്പസമയം മുമ്പാണ് മേയർ പറഞ്ഞത്, അതായത് KSRTC ബസിന്റെ യാത്ര തടസ്സപ്പെടുത്തിയിട്ടില്ല, ബസ്സിന് കുറുകെ വാഹനം കൊണ്ട് ചെന്ന് നിർത്തിയിട്ടില്ല എന്നതായിരുന്നു അല്പസമയം മുമ്പ് മേയർ ആര്യ രാജേന്ദ്രൻ പ്രതികരിച്ചത്. പക്ഷേ ആ ഒരു പ്രതികരണം അല്ലെങ്കിൽ ആ ഒരു വാദം തള്ളുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. കാരണം ഈ പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിലെ സിഗ്നലിന് മുന്നിലുള്ള ദൃശ്യമാണിത്. ഈ സിഗ്നലിൽ വെച്ചാണ് ഈ മേയറുടെ വാഹനം KSRTC ബസിനെ തടയുന്നത്. ആളുകൾക്ക് ക്രോസ് ചെയ്യാനുള്ള സീബ്ര ലൈനിലാണ് മേയർ സഞ്ചരിച്ച വാഹനം നിർത്തിയിട്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, നിയമപരമായി അത് അനുവദിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ നമ്മൾ വാഹനം ഓടിക്കുമ്പോഴും അങ്ങനെ ആ സീബ്ര ലൈനിലേക്ക് വാഹനം വന്നാൽ അത് പുറകേക്ക് ഇറക്കി വിടുക, അല്ലെങ്കിൽ വീണ്ടും അത് പുറകോട്ട് മാറ്റി എന്നത് ആ സമയത്ത് ഡ്യൂട്ടിയിലുള്ള ട്രാഫിക് പോലീസുകാർ ചെയ്യുന്നതാണല്ലോ. ഇവിടെ ആ വാഹനം നിർത്തിയിരിക്കുന്ന നോക്കുക, അത് സീബ്ര ലൈനിന് മുകളിലാണ്, അല്ലെങ്കിൽ അതിലാണ് വാഹനം നിർത്തിയിട്ടിരിക്കുന്നത്. ആഹാ, കൊള്ളാലോ. മേയർ അടിപൊളിയാണല്ലോ. മേയർ, നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഇതുപോലെ വണ്ടി അവിടെ ഒന്നും ക്രോസ് ചെയ്ത് ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് നിങ്ങൾ പറയുന്നു. ഇതേ സമയത്തേക്കിന് റെഡ് ലൈറ്റ് കത്തിക്കിടന്ന സമയത്തേക്ക് നിങ്ങൾ സൈഡിൽ കൂടെ വന്നിട്ടാണ് ഇതുപോലത്തുള്ള രീതിയിലൊരു വാഗ്വാദം ഉണ്ടായെന്നുള്ളത് നിങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ CCTVക്കകത്ത് നിങ്ങളെല്ലാം നിങ്ങളെ പൊളിച്ചെഴുതിയല്ലോ. നിങ്ങൾ നേരെ ഇവിടെ വന്ന് മാധ്യമങ്ങളുടെ പോലീസുകാരുടെ അടുത്തൊക്കെ എന്താ പറഞ്ഞത്, നിങ്ങൾ വേണം CCTV ക്യാമറ ചെക്ക് ചെയ്തോളൂ, അതിനകത്ത് കൃത്യമായിട്ട് കാണാം. ഇപ്പം കള്ളി വെളിച്ചത്തായില്ല. നിങ്ങൾ എന്താ വെള്ളമായിരുന്നു ആ സമയത്ത്? നിങ്ങൾ വെള്ളം, നിങ്ങൾക്ക് അത്രയ്ക്ക് അറിയത്തില്ല അവിടുത്തെ CCTVക്കകത്ത് നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റുകൾ അവിടെ കാണുമെന്നും അത് തെളിവുകളായിട്ട് അവിടെ കിടക്കുമെന്നും അവശേഷിക്കുമെന്ന് നിങ്ങൾ അറിഞ്ഞില്ലേ? ഇതെന്തായാലും ഈ ഒരു 24 ന്യൂസിന് ഒരു വലിയൊരു ഹാറ്റ്സ് ഓഫ് കേട്ടോ. നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്ന അടിപൊളിയായിട്ടുണ്ട്. ഏത് മേയർ ആണെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ കാണിക്കുക തന്നെ വേണം. ഓക്കെ, എന്തായാലും ബാക്കിയും കൂടെ കാണാം. സമയം മുമ്പ് മേയർ പറഞ്ഞ കാര്യം, ഈ സിഗ്നലിൽ വെച്ച റെഡ് സിഗ്നൽ കത്തി കിടക്കുകയായിരുന്നു. അങ്ങനെ അവിടെ വെച്ചാണ് ഈ സൈഡിൽ ഉണ്ടായിരുന്ന ബസ്സിനെ ഡ്രൈവറുമായി സംസാരിക്കുകയും ഒരു വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ഒരു വിശദീകരണമാണ് മേയർ നൽകിയിരുന്നത്. പക്ഷേ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് KSRTC ബസ്സിനെ തടഞ്ഞു നിർത്തുകയും ഈ സീബ്ര ലൈനിൽ വണ്ടി നിർത്തിയ ശേഷമാണ് ഡ്രൈവറുമായി ഒരു വാക്കുതർക്കം ഉണ്ടാകുന്നത്. നേരത്തെ ഡ്രൈവർ യദുവും ഇക്കാര്യം തന്നെയാണ് പ്രതികരിച്ചത്. കാരണം യാത്രക്കാരുണ്ടായിരുന്ന ഒരു സമയത്താണ്, ഗ്രീൻ സിഗ്നൽ കത്തിക്കിടക്കുന്ന സമയത്താണ് ബസ്സിന് കുറുകെ വാഹനം കൊണ്ടുചെന്ന് നിർത്തുകയും മേയറും ഒപ്പമുണ്ടായിരുന്ന ആളുകളും അപമര്യാദയായി സംസാരിച്ചതും. ഇതാണ് ഡ്രൈവർ നൽകുന്ന വാദം. എന്തായാലും ഈ രണ്ട് കൂട്ടരും ഇത്തരത്തിലൊരു പ്രതികരണമാണ് നൽകുന്നത്. പക്ഷേ മേയർ ആദ്യം പറഞ്ഞ ഈ പ്രതികരണത്തിൽ നിന്ന് അല്ലെങ്കിൽ അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു ദൃശ്യങ്ങളാണ് എന്തായാലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല ഇത്രയേ ഉള്ളടേ, ഇതിനകത്ത് ഇനി കൂടുതൽ മനസ്സിലാക്കാനൊന്നുമില്ല. കാര്യം ആ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾക്ക് തെളിവുകളുണ്ട്. ഓക്കെ, ഡ്രൈവറേട്ടൻ പറഞ്ഞ് ഇവർ ഇതുപോലെ ക്രോസ് ചെയ്ത് വെച്ചു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഡ്രൈവറേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ടുണ്ട്. ആൻഡ് ഇതുപോലെ ഞാൻ ഒരു കേസ് ഞാൻ പറയാണ്, ഡ്രൈവർമാർ ഇതുപോലെ KSRTCക്കാർ അത്ര നല്ല പിള്ളകളാണെന്ന് ഞാൻ പറഞ്ഞില്ല. നല്ല രീതിയിലുള്ള റാഷ് ഡ്രൈവിംഗ് തന്നെയാണ്. അതിനെതിരെ കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാവുക തന്നെ വേണം. ഓക്കെ, അത് ജീവൻ്റെ കാര്യമാണ്, കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാവണം. പക്ഷേ ഇവിടെ മേയർ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും നേരെ അപ്പാടെ പൊളിച്ചെഴുതിയിരിക്കുകയാണ്. നിങ്ങൾ CCTV നോക്കിക്കോളൂ, അതിനകത്തെല്ലാം കൃത്യമായിട്ടുണ്ട്. ഇനിയിപ്പോൾ മേയർ ഇനി അടുത്ത കള്ളം എന്താ പറയാൻ പോകുന്നത്, ഇത് ഞങ്ങളല്ല, അല്ലെങ്കിൽ നിങ്ങൾ മദ്യലഹരിയിൽ പറഞ്ഞു പോയത്, അപ്പോൾ നിങ്ങൾക്കെതിരെ മദ്യപിച്ച് വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെതിരെ കേസെടുക്കത്തില്ലായിരിക്കുമല്ലോ അല്ലേ? എന്തോന്ന് നിങ്ങൾ ഈ കാണിച്ചു കൊടുക്കുന്നത്? നിങ്ങൾക്ക് എന്താ ഇവിടെ നിങ്ങളുടെ ദാർഷ്ട്യം കാണിക്കാനും നിങ്ങളുടെ ഏകാധിപത്യം കാണിക്കാനുള്ള നാടല്ല ഇത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയാണ്, ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. നിങ്ങൾക്ക് തോന്നിവാസം കാണിക്കാനുള്ള സ്ഥലമല്ലേ ഇത്?